നമ്മൾ വീണ്ടും വന്നിരിക്കുന്ന ഒരു ജേർണലിംഗ് വീഡിയോ ആയിട്ട്. ഇന്ന് ചെയ്യാൻ പോകുന്ന ജേർണൽ ഗ്രീൻ ആണ്. നമുക്ക് അന്നേരം ജേർണൽ ചെയ്യാം. ഫസ്റ്റ് തന്നെ അതിന് വേണ്ടി നമുക്ക് ഒരു പേപ്പർ, ഇങ്ങനെ ഒരു പേപ്പർ എടുക്കാം. എന്നിട്ട് ഇത് ഇച്ചിരി ഒരു ഭാഗം ഇങ്ങനെ വെക്കാം. കുറച്ച് മതിയേ, കണ്ടോ, ഇതിൻ്റെ കുറച്ചെടുത്ത് ഇവിടെ വെക്കാം. ബാക്കി ഇവിടുന്ന് ഇങ്ങനെ മടക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിനെ ഇങ്ങനെ രണ്ടായിട്ട് മടക്കണം. രണ്ടായിട്ട് മടക്കിയിട്ട് നല്ലപോലെ ഒന്നാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇവിടുത്തെ പശ തേച്ച് കൊടുക്കണം. ഓക്കെ, നമുക്ക് പശ തേച്ചിട്ട് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ആക്കുക. എന്നിട്ട് നമുക്കിതിനെ കൂട്ടി ഇങ്ങനെ യോജിപ്പിക്കുക. ഇതിപ്പോൾ കൂട്ടി ഇങ്ങനെ ഒട്ടിച്ചിരിക്കുക. കൂട്ടി ഒട്ടിച്ചിട്ട് നമുക്ക് ഇതിനെ ഒന്ന് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മുടെ ബുക്ക് എടുക്കാം. നമ്മൾ ലാസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർപ്പിൾ കളറിലെ ജേർണലായിരുന്നു. നമുക്ക് ഗ്രീൻ ചെയ്യാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു സ്റ്റിക്കറിൽ നിന്ന് തന്നെ തുടങ്ങാം. നമ്മളെപ്പോൾ ചെയ്താലും നമ്മളൊരു സ്റ്റിക്കറിൽ നിന്നാണ് തുടങ്ങുന്നത്. നമ്മളിത് ഒരു സ്റ്റിക്കറിൽ നിന്ന് തന്നെ തുടങ്ങാവേ. നമ്മളിത് ഇങ്ങനെ ഒരു സ്റ്റിക്കർ എടുത്തു. എന്നിട്ട് അതിനെ നമ്മൾ ഇപ്പുറത്തെ പേജിൽ അറ്റത്തായിട്ട് ഒട്ടിച്ചു കൊടുത്തേ. എന്നിട്ട് നമ്മളിത് മൊത്തം സ്റ്റിക്കറാണ് ഒട്ടിക്കുന്നത്. നമ്മുടെ ഈ ഒത്തിരി ടൈം വലുതായിട്ടില്ല. അപ്പോൾ ഓൾറെഡി ഇതേ ഈ 2 സ്റ്റിക്കർ ഒട്ടിച്ചപ്പോൾ തന്നെ നമ്മുടെ 2 മിനിറ്റ് ഇപ്പോൾ പോയി. കാരണം നമ്മളിപ്പോൾ വരയ്ക്കാൻ നിൽക്കുന്നില്ല. നമ്മളിപ്പോൾ തൽക്കാലം എൻ്റെ ഈ സ്റ്റിക്കേഴ്സിലൊക്കെ ആ കളറിൻ്റെ പേരുണ്ടെങ്കിൽ ഞാൻ പരമാവധി കളർ ഒട്ടിക്കാൻ വേണ്ടി നോക്കും. ഞാൻ കുറച്ചും കൂടി സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് കാണിച്ചു തരാം. നമ്മൾ സ്റ്റിക്കറെല്ലാം ഒട്ടിച്ചു. നമ്മൾ നിറച്ച സ്റ്റിക്കർ ഒട്ടിച്ചു. ഞാൻ അവിടെ ലക്കീസ് ഫോർ യു എന്നും പറഞ്ഞു എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ചെയ്ത് വെച്ച ഇതിൽ ഒരു സൈഡിൽ സ്റ്റിക്കർ ഒട്ടിച്ചു. ഇനി അപ്പുറത്തെ സൈഡിൽ നമുക്ക് പശ തേച്ച് കൊടുക്കാം. അപ്പുറത്തെ സൈഡിൽ നമുക്ക് പശ നല്ലപോലെ തേച്ച് കൊടുക്കാം. നമുക്ക് തേച്ചിട്ട് ഒട്ടിച്ചിട്ട് കാണാം. നമ്മളിതേ ഇപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും ഇടാം. അപ്പം നിങ്ങളെ കാണിക്കാൻ ഞാൻ ഇത്രേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.